ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി സ്റ്റെയർ ഫ്രൈൻ്റെ റെസിപ്പിയായിട്ടാണ്. ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അത് എന്താണെന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഒലീവ് ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് പകരം സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. അതൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് അതൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതൊന്നങ്ങ് റോസ്റ്റായിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം ക്യാരറ്റും 1/4 കപ്പോളം തന്നെ ക്യാബേജും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസും സ്വീറ്റ് കോണും കൂടെ രണ്ടും കൂടി ഒരു 1/4 കപ്പോളം മതി. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ടൈം കേട്ടോ, ഒരു 3-4 മിനിറ്റോളം ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ മതി. അല്ലാണ്ട് ഇങ്ങനെ വയന്ന് തളരേണ്ട ആവശ്യമില്ല. നമ്മളിതൊക്കെ പച്ചക്ക് കഴിക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഗ്രീൻ പീസും അതുപോലെ സ്വീറ്റ് കോണും ഓൾറെഡി ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഏകദേശം വയന്ന് വന്നാൽ സെൻറ്ററിൽ നിന്ന് ഒരു വെജിറ്റബിൾസൊക്കെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്നങ്ങ് നീക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് കോഴിമുട്ട ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും സോൾട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് സെൻറ്ററിലായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമുക്കതൊന്ന് ചിക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉറച്ച് വരട്ടെ കേട്ടോ. കുറച്ച് ടൈം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് താഴെ ഭാഗം ഒന്നിങ്ങനെ സെറ്റായി വന്നു എന്ന് കണ്ടാൽ നമുക്കിതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ അങ്ങ് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 1-2 മിനിറ്റോളം ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഓൾറെഡി ഉപ്പ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒക്കെ മല്ലിയുടെ ഇല കേട്ടോ, കുറഞ്ഞ അളവിൽ മല്ലിയുടെ ഇല ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതിയേ. ഈ റെസിപ്പി ചെയ്യാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. 1 വീക്കായിട്ട് ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്നുള്ള ഒരു ഓൺലൈൻ ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെയിറ്റൊക്കെ കുറച്ച് കൂടാന്ന് കണ്ട ടൈമിലാട്ടോ ഞാനിതിൽ ജോയിൻ ചെയ്തത്. ഒരു 1 വീക്കൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല ഡിഫറൻസ് തോന്നി കേട്ടോ. അപ്പോൾ എന്നെ പോലെയുള്ള കുറേ പേരുണ്ടാവും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ ഞാൻ ജോയിൻ ചെയ്യാൻ തന്നെ ഉണ്ടായ കാരണം എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ കഴിയും. ഇതിൽ വെയിറ്റ് ലോസ് മാത്രമല്ല കേട്ടോ, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ, ബോഡി ടോണിങ്, മെയിൻറ്റെയിനിങ് ബാലൻസ്, അതുപോലെ ഇപ്പോൾ ലൈഫ് സ്റ്റൈല് ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റിക്സും കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് പേഴ്സണലൈസ്ഡ് ഡയറ്റും വർക്കൗട്ടും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ എനിക്കൊരു ഡയറ്റീഷ്യന് ഒരു അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഡയറ്റീഷ്യന് എന്നെ കോൺടാക്ട് ചെയ്ത് എനിക്ക് പറ്റുന്ന ഒരു ടൈമിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുകയും ചെയ്തു. കൺസൾട്ടേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രിഫറൻസും ബോഡി കണ്ടീഷന്, അതായത് ഹൈറ്റ്, വെയിറ്റ്, ഏജ്, മെഡിക്കൽ കണ്ടീഷൻ എല്ലാം കളക്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ. നമുക്ക് അവൈലബിലിറ്റി, നമ്മുടെ അവിടെ ഏരിയയിലുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ഡയറ്റ് ചാർട്ടൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഡേയ്സിൽ ഫോളോ അപ്പ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി ഫോളോ അപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന മീൽ പ്ലേറ്റ്, അതായത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ കഴിക്കുന്നത് അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് അവർ റിമൈൻ ചെയ്യൽ തുടങ്ങും കേട്ടോ. ഇപ്പോൾ ഒരു 8 o'clock നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് വെച്ചാൽ അപ്പോഴേ അവർ റിമൈൻ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് അവർക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും കൂടുതലോ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞു തരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും അത് എപ്പോഴും അവർ റിമൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങളും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഡയറ്റീഷ്യന്. അതുപോലെ തന്നെ വർക്കൗട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ലൈവായിട്ടുള്ളതുകൊണ്ട് വർക്കൗട്ട് ആയിട്ടുള്ളതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം നോക്കിയിട്ട് റെക്കോർഡായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല ലൈവായിട്ടുള്ള വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരു 6 ടൈം വരുന്നുണ്ട്. അപ്പോൾ അതിലേത് വർക്കൗട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ പകുതി നിന്ന് പോയാലും നമുക്ക് അടുത്ത വർക്കൗട്ടിൽ കയറിയിട്ട് ബാക്കിയുള്ളത് ചെയ്ത് തീർക്കാവുന്നതാണ്. അങ്ങനെ ഓരോ ഓപ്ഷൻസും ഇവരുടെ ഈ എക്സസൈസിലും ഉണ്ട്.
അതുപോലെ തന്നെ വീക്കിലി മെഷർമെൻറ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യും. വെയിറ്റിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറ്റ് ചാർട്ടിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവരുടെ 1 മന്ത് പ്രോഗ്രാമുണ്ട്, 3 മന്ത് പ്രോഗ്രാമുണ്ട്, 6 മന്ത് പ്രോഗ്രാമുണ്ട് കേട്ടോ. ഡയറ്റീഷ്യന് പുറമെ നമുക്കൊരു പേഴ്സണലൈസ്ഡ് ട്രെയിനറെ കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ പോലെ വെയിറ്റൊക്കെ കുറക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് വിളിച്ചാൽ മതിയേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.